നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് ഞാൻ എൻ്റെ സിറ്റ് ഔട്ട് ഒന്ന് വൃത്തിയാക്കുകയാണ്. സിറ്റ് ഔട്ടിലെ ചെടി കുറച്ച് മഞ്ഞ കളറിലെ ഇലയൊക്കെ വന്ന് വാടിയ ഇല ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റുകയാണ്. പിന്നെ മണി പ്ലാന്റും കണ്ടമാനം അവിടെ വളർന്നപ്പം കുറേയൊക്കെ ഈ കറക്റ്റ് മണ്ണിലല്ലാതെ നിൽക്കുന്നതിൻ്റെയൊക്കെ കുറേ മഞ്ഞ കളറിലും പിന്നെ അതിൻ്റെ വള്ളിയൊക്കെ കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാനത് കണ്ടത്. അപ്പോൾ അതിന് എന്തായാലും എനിക്കത് കുറേ വെട്ടാനുണ്ടായിരുന്നു. കുറച്ച് പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യണം. അപ്പം കുറേ ഉണ്ട്, വെറുതെ വെട്ടിക്കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം കുറേ വെട്ടിയത് ഞാൻ എടുത്ത് വെളിയിലോട്ട് ഇട്ടിരുന്നു. പക്ഷേ അതെൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അത്രയും മണി പ്ലാന്റ് എനിക്ക് പോയി കിട്ടി. അപ്പോൾ ഞാൻ വെച്ചത് കയ്യോടെ ഇത് വെട്ടിയെടുത്തിട്ട് ഇന്ന് തന്നെ അങ്ങോട്ട് വെള്ളത്തിൽ ആക്കി വെക്കാമെന്ന് വെച്ചേട്ടാ. അപ്പോൾ ഇത് നിറച്ചുണ്ട്. ബുദ്ധൻ്റെ തലയുടെ മേളിലും സൈഡിലൊരു ചെറിയ പോട്ടിലും അങ്ങനെ രണ്ടായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുരുങ്ങിയിട്ടുണ്ട്. ഇത് ഏത് വഴിക്കാണോ പോകുന്നത് ആ വഴിയിലും അവിടെ മണ്ണുണ്ടെങ്കിൽ അതേ കയറി അങ്ങ് പിടിക്കുമല്ലോ. അങ്ങനെ കുറേ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഭിത്തിയിലും കുറച്ചൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ഒക്കെ ഒന്ന് വെട്ടി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓരോ നോട്ട് നോക്കി വെട്ടി അതിനെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് കുറേ പേര് ഇങ്ങനെ മേടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ വള്ളിയായിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് പോകും. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ചോദിക്കുമ്പം ഇങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നത് അതിൽ നിന്ന് വെട്ടിയിട്ട് കൊടുത്തു വിടും. പിന്നെ പറയും അത് കിളുത്തില്ല എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോയി നേരെ ആ വെറുതെ മണ്ണിലോട്ട് ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പിടിക്കുകയില്ല. ഇത് കെയറിങ് ഒന്നും വേണ്ടാത്തതാണെങ്കിലും പക്ഷെ നമ്മൾ നടുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൂടുതലാക്കി എടുക്കാൻ പറ്റും. കൂടുതൽ നന്നായിട്ട് വളർത്തി വളരെ ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഞാൻ ഒരു ചെറിയ ബോട്ടിൽ ചെറിയ ഭരണി പോലൊരെണ്ണത്തിൽ ഇങ്ങനെ കുറേ മണി പ്ലാന്റ് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും അവിടെ എല്ലാം ചുറ്റിപ്പിടിച്ച് അങ്ങനെ കയറിയിട്ട് ആ ഗ്രില്ലിലെല്ലാം. അപ്പോൾ അത് ഞാൻ വെട്ടിയെടുത്തു. കാരണം ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അതെല്ലാം കുറേ വെട്ടി ഇങ്ങെടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കുറേ ലിപ്സ്റ്റിക് പ്ലാന്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ വെട്ടിയെടുത്തു. ഇത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ പുളി വെട്ടുകയാണേ. അപ്പം ഞാനിത് ചെയ്യുമ്പം അവിടെ റോഡിൽ നല്ല സൗണ്ടാണ്. അവരിങ്ങനെ ആ മരം ഇറക്കിക്കൊണ്ടിരിക്കുക. മൊത്തത്തിൽ ഇത് വെട്ടുക. അവരവിടെ സോളാർ വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിൽ കിട്ടണമല്ലോ. അപ്പോൾ അത് കാരണം അത് വെട്ടി. പിന്നെ ഞാൻ വെട്ടിയ എല്ലാ മണി പ്ലാന്റിലും ചെടികളിലെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു ആദ്യം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ മണി പ്ലാന്റ് എല്ലാം അതിൻ്റെ ഇലകൾ എല്ലാം ഓരോ നോട്ടായിട്ട് വെട്ടിയെടുക്കാനായിട്ട് ഇരുന്നത് കേട്ടോ. കാരണം അതൊക്കെ ഒത്തിരി ഒന്ന് ഡ്രൈ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഭയങ്കര കുറവായിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഇത്രയും കിട്ടി കേട്ടോ. അവിടുന്ന് ആ ഒരു ഭാഗത്തുനിന്ന് വെട്ടിയെടുത്തതാണ് ഒത്തിരി ചെടി എനിക്ക് കിട്ടി. ഇതുപോലെ ഞാൻ ഇത് മുഴുവനായിട്ട് വെട്ടിയെടുക്കും കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡും വെട്ടിക്കളഞ്ഞ് അത് മെയിനായിട്ടും ചെയ്യേണ്ടത് നോട്ട് നോക്കി അപ്പുറം ഇപ്പുറയും വെട്ടിക്കളഞ്ഞ് വെച്ച് കറക്റ്റ് അതിൻ്റെ ആ ഒരു വേര് വരുന്ന ഭാഗം മാത്രം വെട്ടിയെടുത്തിട്ട് ആ ഒരു ഇല നിർത്തിക്കൊണ്ട് ഇല മുകളിലോട്ട് വെച്ച് ഈ താഴത്തെ ഭാഗം അതായത് വേരുള്ള ഭാഗം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് പിടിച്ച് വരും.
പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ മരം മുഴുവൻ മുറിച്ച് ക്രെയിനൊക്കെ വന്ന് അതിനെ എല്ലാം എടുത്തിട്ട് പോയി കേട്ടോ. അത് കുറേ നേരം, ഒത്തിരി നേരമാണ്, രാവിലെ തുടങ്ങിയ ജോലിയാണ്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം എല്ലാം തീർന്ന്. ഇനി കുറച്ചും കൂടെ മറ്റേ ഉള്ളൂ അത് കൊണ്ടുപോകാനായിട്ട്. ഇത് അവിടെ നടക്കുമ്പോൾ എൻ്റെ ഈ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ ഒരു 5-6 കെട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഒരു റബ്ബർ ഇട്ടാണ് ഞാൻ വെച്ചത്. അതുകൊണ്ട് ഇത്രയും ഉണ്ട് എല്ലാം കൂടി. എന്നിട്ട് ഞാനതിനെ വെള്ളത്തിൽ ഇറക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.